ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലെ നീളം യഥാവിധി പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്നെ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് മറിയമിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള 96-ാമത്തെ ചെറിയ ഒരു വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് റഹ്മാനായ റബ്ബ് അവർക്ക് സ്നേഹമുണ്ടാക്കി തരും. ഇതാണ് വചനത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വിഷയം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ചില ഖുതുബകളിലൂടെ പഠിച്ചു വന്നത്. ആ ഇഷ്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഇഷ്ടം നേടാൻ അങ്ങോട്ട് അത്യധികം സ്നേഹിക്കുകയും ചെയ്യൽ മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ പഠിച്ചു. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണല്ലോ എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതില്ലാത്തവരാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നോക്ക്, ഒരു വേള മനുഷ്യരായ നമ്മുടെ ദുഃഖത്തിന്റെ കാരണങ്ങൾ വരെ ചില ആളുകൾ ഞാൻ അങ്ങനെ ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, എനിക്ക് മരിച്ചാ മതിയായിരുന്നു എന്ന് തോന്നുന്ന ആളുകൾ വരെയുണ്ട്. ചിലരൊക്കെ അങ്ങനെ ഒരു സംഗതി വരാനുള്ള കാരണം
എനിക്ക് ഈ നാട്ടിൽ മടുത്തു എന്ന് പറയാനുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്നതൊക്കെ അല്ലേ? എങ്കിൽ നിങ്ങൾ നോക്ക്, അടിസ്ഥാനപരമായി ഒരു വ്യക്തി എല്ലാവരാലും സ്നേഹിക്കപ്പെടുക എന്ന ഒരവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? അങ്ങനൊന്ന് വേണമല്ലോ. എപ്പോഴാണ് ഉണ്ടാവുക? അത് ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദ. എന്താണ്? ഒരാൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിരുന്നതാണ്, ഈമാൻ ശരിയാക്കുക, ഈമാൻ വൃത്തിയുള്ളതാക്കുക, എന്നിട്ട് ആ ഈമാനിന്റെ താല്പര്യപ്രകാരം അമലു സ്വാലിഹാത്ത് ചെയ്യും. ഒരു അമല് എപ്പോഴാണ് സ്വാലിഹത്തായ അമലായി മാറുക? അള്ളാഹുവിന്റെ തൃപ്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അതിനുണ്ടാവണം. അതുകൊണ്ട് ആദ്യമേ ഒന്ന് ഉണർത്തുകയാണ്, സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഇരിക്കരുത്. എത്രത്തോളം സുഹൃതം ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രയും ഈമാൻ നമുക്ക് കൂടുന്നുണ്ടെന്ന് എന്ന് നമ്മൾ അറിയണം. സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈമാനിൽ നമുക്ക് കുറവ് വരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് അടുക്കും തോറും സൃഷ്ടികളോട്, അള്ളാഹുവിന്റെ പടപ്പുകളോട് അടുത്തുകൊണ്ടേയിരിക്കും. അതിന്റെ കൂടെ ഉണ്ടല്ലോ. ഇങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും തോറും അള്ളാഹുവിന്റെ പടപ്പുകളോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്ന് അകലും തോറും അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്. സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ഇയാലിൽ, അതൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. വഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ് അൻഫഉഹും ലിഇയാലിഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുന്നവനാണ്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടില് ഇന്ന് പൊതുവെ നോക്കിയാൽ ലോകത്ത് മുഴുവനും മനുഷ്യന്റെ മനസ്സിനുള്ളിൽ നിന്ന് കാരുണ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം നടിച്ച് ക്രൂരമായി കൊല്ലുന്ന അനുഭവങ്ങൾ, ചില ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. സ്വന്തം മക്കളെ വിലയിട്ട് വിൽക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ കാണുന്നു. സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളെ കാണുന്നു. ഞാനൊരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാവരുത് എന്ന നിലയിൽ അത്തരം വാക്കുകളൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ചേർത്ത് വായിക്കുക. നമ്മൾ അറിയേണ്ട ഒരു സംഗതി, മനസ്സിനകത്ത് അല്പമെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇങ്ങനെ സംഭവിക്കൂലല്ലോ. കാരുണ്യമെന്ന ഒരു ബോധം, റഹ്മത്ത്, ഇത് നമ്മുടെ എല്ലാം മനസ്സിൽ വളർത്തിക്കൊണ്ടേയിരിക്കണം. അതിന് ദീനിൽ വലിയ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ പേര്, അല്ല കഴിഞ്ഞാൽ പിന്നെ പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? റഹ്മാൻ എന്ന്, അല്ലേ? നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ റഹ്മാൻ, റഹ്മാൻ, അള്ളാഹിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല പേര് റഹ്മാനോട് ചോദിക്കുക. നമ്മളോട് എന്തിനാ എല്ലാ പണികൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറയാൻ കാരണം? അത് നമ്മൾ പറയണമെന്നാ, എന്നാലേ ആ സംഗതിക്ക് ബർക്കത്ത് ഉണ്ടാവുള്ളൂ എന്നാ. അങ്ങനെ പറയാൻ എന്തിനാ പ്രേരിപ്പിക്കുന്നത്? ആ റഹ്മത്ത് നമുക്ക് ബോധ്യപ്പെടണം. അള്ളാന്റെ പേരതാണ്. ഞാൻ അതിന് ബയാൻ തരികയല്ല. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അള്ള പറഞ്ഞത് എങ്ങനെയാ നമുക്കറിയാലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഇത് മാത്രല്ല, അള്ളാന്റെ പേരുകളിൽ ഒന്നാണ് റഹീം എന്നത്. ആ റഹീം എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചേർത്തി കൊടുക്കുന്നുണ്ട്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം.
അള്ളാന്റെ പേര് പറഞ്ഞുകൊടുത്ത് പറഞ്ഞു റഹ്മത്തി വസിഅത് കുല്ല ശൈ, ഈ പ്രപഞ്ചങ്ങളിലെ അഖില മേഖലകളിലും എന്റെ റഹ്മത്ത് വിശാലമാണ്. ഇനി ഞാൻ നിയോഗിച്ച റസൂലോ അത് മുഅ്മിനീങ്ങളോട് റഹ്ഫത്തും റഹ്മത്തുമുള്ളവനാണ്. എന്താ റഹ്ഫത്ത് എന്ന് പറഞ്ഞാ? നിങ്ങള് ഇടക്കൊക്കെ ഒന്നിങ്ങനെ അനങ്ങിയിരുന്നിട്ട് എന്റെ കൂടെ ഇങ്ങനെ വരണേ. എന്താ റഹ്ഫത്ത് എന്ന് പറഞ്ഞാ? അങ്ങേ അറ്റത്തെ അനുകമ്പ, ആർദ്രത, സ്നേഹം, ഇത്തരത്തിലുള്ള വികാര വായ്പകൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്നവരാണ് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂൽ അങ്ങനെയാണ് എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ആ റസൂല് എല്ലാവരോടും കരുണ കാണിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചത്. ആരെയും ആ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടില്ല. സ്ത്രീകളോട്, കുട്ടികളോട്, വൃദ്ധന്മാരോട്, അതേപോലെ മൃഗങ്ങളോട്, പക്ഷികളോട്, അല്ല മരങ്ങളോട്, അല്ലെ, അതിനോട് വരെ. ഒരു കുട്ടി മരത്തിലേക്ക് വെറുതെ ഒരു പഴമില്ലാത്തൊരു മരത്തേക്ക് കല്ലെറിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചോടെ, മോനെ എന്തിനാടാ എറിയുന്നത്? വെറുതെറിഞ്ഞതാണ്. അപ്പൊ റസൂലുള്ളാഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ഇനി അങ്ങനെ ചെയ്യല്ലോ, അതിനും വേദനിക്കൂലേന്ന്. മാതാപിതാക്കളെ പരിഗണിക്കണമെന്ന് എങ്ങനെ പറഞ്ഞ? ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം പറയാൻ വേണ്ടി, ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധതയില്ലേ? നമ്മളോട് ചോദിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യം വരികാരാ? നമ്മുടെ മക്കളാണ്. എങ്കിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കണത്, നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും ചോദിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. എല്ലാ ദുആയുടെയും മുമ്പിൽ ആര് വരണം? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, റബ്ബിർഹംഹുമ ചോദിച്ചിട്ടാണ് ഇത് വരാൻ പാടുള്ളൂ. ഇവിടെ നിങ്ങളുടെ മക്കൾക്കുള്ള പ്രാർത്ഥന പരിഗണന വേണോ? അത് ആദ്യം ചോദിക്കണം. എത്ര എന്നറിയാം എല്ലാരോടും. ഞാനത് മുഴുവൻ പറഞ്ഞു പോകല്ല, സൂചന തന്നോന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുകൂടി പറഞ്ഞു, കരുണ കാണിക്കാത്ത ആളുകൾക്ക് അള്ളാന്റെ കരുണ കിട്ടൂലാട്ടോന്നാ. മല്ലാ യർഹം ലാ യുർഹം. അങ്ങനെ മല്ലാ യർഹം ലാ യുർഹം, അർറാഹിമൂന യർഹമുഹുമുല്ലാഹ്. അള്ളാന്റെ റഹ്മത്ത് ആർക്കാ കിട്ടുക? റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കേ കിട്ടുള്ളൂ. എന്താ നോക്കിയേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്ത് പരന്നൊഴുകുകയാണ്. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ ആളുകളോട് കരുണയോടെ പെരുമാറണം. ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഇതിനൊരു സന്ദർഭമുണ്ട്, അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് പറഞ്ഞുതരാം. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് നിറഞ്ഞ സ്വഭാവമാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ പഠിച്ചു വന്നത്. ഇതെന്തിനു നമ്മൾ പഠിക്കണം എന്നറിയോ? ഈ റഹ്മത്ത് നമ്മുടെ സ്വഭാവമായി മാറണം. കരുണ നമ്മുടെ ജീവിതത്തിൽ ആശയവും ആദർശവുമായി നമ്മൾ കാണണം. ആദർശം എന്ന് പറയുമ്പോൾ നമ്മളേതാ മനസ്സിലാക്കുക? തൗഹീദാണ്. ആ തൗഹീദിന്റെ താഴെങ്ങനെ വരുന്നതാണ് ഈ എണ്ണുന്നതെല്ലാം. ഇത് നമ്മുടെ ആശയമാവണം, ഇത് നമ്മുടെ ആദർശമാവണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തന്നെ ചോദിക്കുന്നില്ലേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്. റഹ്മത്തോടുകൂടെ ഈ ജനത്തോട് നിങ്ങൾ പെരുമാറിയത് പടച്ചോന്റെ കാരുണ്യം കിട്ടിയതുകൊണ്ടാണ്. നിങ്ങളൊരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ആരാ ഓടുക? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, ഉമറും ഉസ്മാനും അലിയും അബ്ദുറഹ്മാൻ ബിൻ ഔഫുമല്ല, വേറെ കുറെ ആളുകളുണ്ട്. ആരാന്നറിയവര്? ഞാൻ കഥ പറയല്ല, ഇപ്പോഴെ സൂചന തരാൻ. ഒരാൾ നബിന്റെ അടുക്കൽ വന്നില്ലേ, ഒരു സദസ്സിൽ വന്നിട്ട് പറയാ, നബി എനിക്കിന്റെ ഭാര്യ പോരാ. അദ്ദേഹം പറഞ്ഞൊരു വാക്കതാണ്, എനിക്ക് വ്യഭിചരിക്കണമെന്നാ പറഞ്ഞത്, എനിക്കിന്റെ പെണ്ണ് പോരാന്നാ. സാബികളൊക്കെ ഇങ്ങനെ കണ്ണു കുറിച്ചിട്ട് അയാളെങ്ങനെ നോക്കി. അവർ റസൂലുള്ളാ അടുത്തേക്ക് ഇങ്ങനെ ചേർത്തിയെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്റെ കുട്ടിയുടെ അടുക്ക പെൺകുട്ടിയില്ലേ, അവൾ ആരെങ്കിലും ഒക്കെ പീഡിപ്പിച്ചാലോ? നിന്റെ ഭാര്യയുടെ അടുക്കല്, നിന്റെ പെങ്ങളുടെ അടുക്കല്, നിന്റെ ഉമ്മാന്റെ അടുക്കല് ഇത് ഇഷ്ടപ്പെടുവോ? അയാൾ പറഞ്ഞു, നബിയെ, നിന്റെ തടിമ ജീവണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ശരിയാക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞതെന്നറിയോ? ഇങ്ങനൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക, വേറെ ഒരാളുടേതല്ലേ.
വളരെ സ്നേഹത്തിൽ അടുത്തിങ്ങനെ ഇരുത്തി ചോദിച്ചു. ആ സ്നേഹസ്പർശത്തിന് ഉണ്ടായ മറുപടി എന്തറിയാം? നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് സുലഭമാണത്. എങ്കിൽ എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്ന ഒരു കർമ്മമാണോ, ഞാൻ ഈ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോ എനിക്ക് അതിനോളം വെറുപ്പുള്ള മറ്റൊന്നില്ല. അത് പറയാൻ പ്രേരിപ്പിച്ചത് എന്താ? അതാണ് ആ പെരുമാറ്റം, അതാണ് റഹ്മത്തോടു കൂടിയുള്ളത് എന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് എല്ലാ രംഗത്തും വിനയത്തോടെ ഇടപെട്ടു, നയത്തിൽ പറഞ്ഞു, നല്ല വാക്കുകൾ ഉപയോഗിച്ചു. അതിനെല്ലാം കാരണം അള്ളാന്റെ റഹ്മത്താണ്. അപ്പൊ ഞാനും നിങ്ങളൊക്കെ എന്താ അള്ളഹാനോട് ആദ്യം തേടേണ്ടത്? പടച്ചോനെ, എന്റെ മനസ്സിനെ ലോലമാക്കണേ റബ്ബേ, എന്റെ പെരുമാറ്റം നീ നന്നാക്കി തരണേ, എന്റെ പെരുമാറ്റത്തിൽ കരുണയുണ്ടാകണേ. നമ്മൾ തേടണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ. നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? ഇത് എവിടുന്നാ കേട്ടിട്ടുള്ളതെന്നറിയോ? റമളാൻ മാസത്തിൽ ആദ്യത്തെ 10 ചെല്ലേണ്ട പ്രാർത്ഥനയായിട്ടായിരിക്കും നമ്മുടെയൊക്കെ പള്ളികൾ നമ്മൾ കേട്ടിരിക്കുക, പല പള്ളികളിലും. അല്ല, എല്ലാ ദിവസവും രാവിലെ, എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ചെല്ലണം, റബ്ബേ അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ. ഞാൻ ചോദിക്കട്ടെ, ശാരീരിക അസ്വസ്ഥത, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ നമ്മളൊരു ഡോക്ടറെ കാണും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കയ്യനോ കാലിനോ എന്തിനെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഡോക്ടറെ കാണും. എന്ന് നേരെ തിരിച്ച് ചിന്തിക്കണേ. എനിക്ക് എന്റെ മക്കളെ കാണുമ്പോ എന്തോ ഒരു ജാതി ദേഷ്യം വരിക, എന്റെ ഉപ്പനെയും ഉമ്മനെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയാതെ വരിക, എന്റെ പെണ്ണിനെ കാണുമ്പോ, എന്റെ ഭാര്യയെ കാണുമ്പോ എനിക്ക് വല്ലാത്ത ഒരു ഈർഷ്യത മനസ്സിൽ തോന്നുക. ഈ മനുഷ്യനെ എവിടെ കൊണ്ടുപോയിട്ട്, ഏത് ഡോക്ടർക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിക്കുക? ഇവൻ ആരെടുത്തേക്കാ കൊണ്ടുപോവുക? എന്തിന്റെ കുറവാ ഇവനുള്ളത്? ഒരൊറ്റ കുറവേ ഉള്ളൂ. നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും അസുഖം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അതാണ് രാവിലെയും വൈകുന്നേരവും അല്ലാഹുവോട് സമയം കിട്ടുമ്പോഴൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഇനി നമ്മുടെ ശ്രദ്ധ പതിയേണ്ടുന്ന മേഖലകൾ ഏതാ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും നമ്മുടെ ശ്രദ്ധ പതിയണമെന്ന് പഠിപ്പിച്ച ഒരുപാട് മേഖലകളിലുണ്ട്. ഒന്ന് ഫഖീർ, മിസ്കീന്, യതീമ്, അർമിലത്ത്, രോഗികള്, എല്ലാ മേഖലകളും ആരൊക്കെയുണ്ട് അവിടൊക്കെ. എന്തിന്? ആരാ ഫഖീറ്? ഉപജീവനത്തിന് ഗതിയില്ലാത്തവര്, താമസിക്കാൻ കൂരയില്ലാത്തവര്, രോഗം കൊണ്ട് വലയുന്നവര്, ജീവിതത്തിലെ താങ്ങ് നഷ്ടപ്പെട്ടവര്, ജീവിതത്തിലെ സംരക്ഷണമില്ലാതായവര്, ഒരുപാട് പേരാ നമ്മുടെ കണ്ണിൽ കാണാം. നമുക്കിങ്ങനെ സംഗതിക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരില്ല. ചില അപകടങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ ആയിരിക്കും അള്ളാഹു ആ കുടുംബത്തിൽ ബാക്കി വെക്കുക, ഒരാളെ. ഇപ്പൊ ഈ വയനാടിലുള്ള ദുരന്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മള് മറ്റൊരു നിലക്ക് ഒരു സംഘടനയിൽ നിന്ന്, ഒരു ചാരിറ്റിയിൽ നിന്ന് ഒരു സഹായം കൊടുക്കുന്ന ഒരു കുടുംബം, യതീം കുടുംബം. ഈ കുടുംബത്തിൽ ആകെ ഈ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചൊരു 10 വർഷമായി. പിന്നെ 10 വയസ്സുള്ള, നമ്മൾ ഗർഭിണിയായിരിക്കും മരിക്കുന്നത്, 10 വയസ്സുള്ള കുട്ടി, വാപ്പ ഉമ്മ, ചെറിയൊരു വീട്, ഇവള് മാത്രമായി ഈ കുടുംബത്തിൽ. എല്ലാം ആ ഒഴുക്കിൽ ഒലിച്ചുപോയി. ഈ പെണ്ണ് മാത്രം ബാക്കിയായി, ചെറിയ പരിക്കോടുകൂടെ. അവര് പറയാം, അങ്ങനത്തെ ഒരാളുകൾ ചോദിക്കും, പടച്ചോനെ എന്തിനാണ് എന്നെ ഈ ബാക്കിയാക്കിയത്? നമുക്കും തോന്നും അങ്ങനെ, അല്ലേ? എങ്കിൽ ആർക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരാളെ ബാക്കിയാക്കിയിട്ടുണ്ടാകുക? ഒരു കുടുംബത്തിലെ 20 ചില്ലാനം ആളുകൾ മരിച്ച ഒരാളെ നമ്മുടെ കണ്ണിൽ കണ്ടു. 16 ആളുകൾ മരിച്ച ആളുകളെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഈ ദുരന്തത്തിൽ. ഒരാളെ എന്തിനായിരിക്കും അയാളെ നമ്മൾക്ക് കാണിച്ചു തരിക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളയും റസൂലും പറഞ്ഞത്, നമ്മുടെ പ്രയാസങ്ങൾ, നമുക്കൊരു പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ ആശ്വാസം വേണോ? മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നാ മുത്തുനബി പഠിപ്പിക്കാം. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബ മിൻ കുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ദുനിയാവിലെ നിങ്ങളുടെ സഹോദരന്റെ ഒരു കഷ്ടപ്പാടുകളെ മാറ്റാൻ, അവരുടെ ആശ്വാസം നൽകാൻ നിങ്ങൾ കൂടെ നിന്നാൽ യൗമുൽ ഖിയാമയിലെ പ്രയാസം നീക്കാൻ അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അടച്ചൊങ്ങക്ക് നീക്കിത്തരും. ഒരു പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം നീക്കിയാൽ
അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. അള്ളാഹുവിന്റെ സഹായം നമുക്ക് എപ്പോ കിട്ടുമെന്നറിയോ? അള്ളാഹുവിന്റെ അടിമകളെ, അടിയാറുകളെ നമ്മൾ സഹായിക്കുന്ന സമയം എത്രയുണ്ടോ ആ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അള്ളാഹുവിന്റെ സഹായം എന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ ഒരുപാടെണ്ണം. അതിനെ നമുക്ക് വേറെ ആൾക്ക് ആശ്വാസം നൽകണമെന്ന് തോന്നണമെങ്കിൽ നമുക്ക് കിട്ടിയതിന്റെ വില അറിയണ്ടേ? വേണ്ടേ? നമുക്ക് എന്താ കിട്ടിയെന്നാണ് ചിലപ്പോ നമുക്ക് തോന്നുക. ശരിക്കും ആലോചിക്കണം കേട്ടോ. വലിയൊരു ചെറിയ നമ്മുടെ ഉള്ള സമയം കൊണ്ട് ഞാൻ ചില സൂചനകൾ മാത്രം തരികയാണ്. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, റസൂലേ അയ്യു ദുആഇ അഫ്ളൽ, ഞാൻ ഏത് ദുആയാണ് എപ്പോഴും അഫ്ളലായി നടത്തേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ റബ്ബക്കൽ ആഫിയ വൽ മുആഫാത് ഫിദ് ദുനിയ വൽ ആഖിറ. ആഫിയത്തിനു വേണ്ടി, പൊറുക്കലിനു വേണ്ടി അള്ളാഹുവോട് ചോദിക്കണം. ദുനിയാവിലും ആഖിറത്തിലും ഇത് രണ്ടും കിട്ടണം. ഇത് രണ്ടും കിട്ടിയോ നീ ദുനിയാവിലും ജയിച്ചു, ആഖിറത്തിലും ജയിച്ചു. സലുല്ലാഹുൽ ആഫിയ, അള്ളാഹുവോട് ആഫിയത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കണം. പല പ്രാവശ്യം, ഞാൻ ഒരു സംഭവത്തിന്റെ ചുരുക്കാ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. ഒരു വലിയ പ്രാർത്ഥനയാണത്. എന്താ ആഫിയത്ത്? കൂട്ടരെ, ഇരിക്കുന്നിടത്ത് നിന്ന് പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. സ്വന്തമായി നമ്മളുടെ ചിന്തക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരവും എത്തുക, ഇതിനേക്കാൾ വലിയൊരു സംഗതി ഇന്ന് ലോകത്തുണ്ടോ? ഇല്ലല്ലോ. അതല്ലേ ആഫിയത്ത്. ഒരു സഹാബി ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒരാള് പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എന്തേലും തരും, എനിക്ക് ഒന്നുമില്ല എന്നാണ്. അപ്പൊ വലിയൊരു മഷ്ഹൂറായ താബിഈ കേട്ടോ, ഒരു ബസ്രയിൽ നടന്ന സംഭവം. അയാൾ വന്നിട്ട് ചോദിച്ചു, മോനെ നിനക്ക് ഒന്നുമില്ല എന്ന് ചോദിച്ചു. ഞാൻ 1,00,000 ദിർഹം തരാം, എന്റെ കണ്ണ് എനിക്ക് തരുമോ? അയാൾ ഇങ്ങനെ നോക്കിട്ട്, അല്ല കണ്ണ് വേണ്ട, എന്നാ അതിനേക്കാൾ കൂടുതൽ തരാം, നിന്റെ കൈ എനിക്ക് തരുമോ, കാല് തരുമോ എന്ന് ചോദിച്ചു. അയാൾ നോക്കി, എത്ര കോടി രൂപയുടെ മുതലുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. നിങ്ങളെ ഇന്നത് കൊണ്ട് പൊതിയാം, മാല് മുതലുകൊണ്ട് മൂടാം. നമ്മുടെ ചലനശേഷി ഒരാൾക്ക് കൊടുക്കുവോ? ശ്വസനത്തിന്റെ കഴിവ് കൊടുക്കുവോ? തിന്നാനുള്ള കഴിവ് കൊടുക്കുവോ? മലമൂത്ര വിസർജനം ചെയ്യാനുള്ള കഴിവ് കൊടുക്കുവോ? ആകെ നമ്മളെ എക്സ്ട്രാ 25 ലക്ഷം കിട്ടിയാൽ കൊടുക്കണ ഒരു സാധനം ഉണ്ട്. അതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ട. ഏതാ നമ്മൾ കൊടുക്കുക? അപ്പൊ എത്ര കോടി രൂപയുടെ ആഫിയത്തുമായിട്ടാണ് ഞാനുങ്ങളും നടക്കണത്. ഇത് നമുക്ക് തിരിച്ചറിയണം എന്നുള്ളതാ. ചുറ്റുപാടുകൾ കാണുമ്പോൾ നമുക്കിത് ബോധ്യം വരണം. നമുക്ക് കിട്ടിയത് എപ്പോഴും നഷ്ടപ്പെടാം. അതാ അല്ലാഹു പറഞ്ഞു, വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഖൈറും ഷർറും തരുന്നത് ഒരു ഫിത്ന എന്ന നിലക്ക്, ഒരു പരീക്ഷണം എന്ന നിലക്കാണെന്നുള്ളതാ. അത് പരീക്ഷണമായി നമുക്ക് തോന്നിയാൽ മതി. അതുകൊണ്ട് തന്നെ അങ്ങനെ റസൂലുള്ളാഹി ഇത് കിടക്കുമ്പോ ഇത് പറയാതെ റസൂലുള്ളാഹി കിടക്കൂല എന്നാ. അങ്ങനെ അറിയോ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വകഫാനി വആവാനി വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഖ്വിയ. പടച്ചോനെ, കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ ഒന്നാണ് കേട്ടോ. എനിക്ക് തോന്നലുണ്ട്, സമയതാരത്തിൽ ഈ വിഷയം പറയാൻ തികയില്ല. എനിക്ക് തോന്നലുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഓരോ പ്രാർത്ഥനകൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ചെല്ലി എന്ന് കൂടെ പറയും. ആ ചെല്ലല് ഇതോടുകൂടി ഇവിടുന്ന് പിരിയണോടുകൂടി ആ പ്രാർത്ഥനയും കഴിഞ്ഞു എന്നാണ് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നല്. അങ്ങനെ സഹോദരങ്ങളെ നമുക്ക് തോന്നരുത്. ഇതൊക്കെ ഭയങ്കര സംഗതികൾ. അതൊക്കെ കൽബ് തട്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി കിടക്കപ്പായിൽ വെച്ചിട്ടാ പ്രാർത്ഥിക്കുക. ഇന്ന് എനിക്ക് അന്നം തന്ന, എന്നെ കുടിപ്പിച്ച, എനിക്ക് ആവശ്യമുള്ളത് തന്ന, എനിക്ക് സംരക്ഷണം തന്ന പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. ഇങ്ങനെ ഒരു സംരക്ഷണം കിട്ടാത്ത, ആവശ്യമുള്ളത് കിട്ടാത്ത എത്രയോ പടപ്പുകൾ ലോകത്തുണ്ടല്ലോ എന്ന്. ആരാണ് യതീം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് യതീം? അവരുടെ കണ്ണുനീര് ഈ മണ്ണിൽ വീഴുന്നതിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ണീര് നിലത്ത് വീഴുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേന്നാ. അത് നിലത്ത് വീണാൽ
അള്ളാന്റെ ശിക്ഷ ഏത് രൂപത്തിലാ വരികയെന്നറിയില്ല എന്നാ. ആരാ യതീം? എനിക്ക് തോന്നലുണ്ട് നമ്മളില്ലാത്ത നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളില്ലാത്ത നമ്മുടെ കുടുംബിനിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അത് മാത്രം ചിന്തിച്ചാൽ മതി. ആ കുടുംബത്തിന്റെ എന്തെല്ലാം തിന്നാനും ഉടുക്കാനും ഒക്കെ ഉണ്ടെങ്കിലും ആ കുടുംബത്തിന്റെ വെളിച്ചം ഒരുപക്ഷെ അതോടുകൂടി അണഞ്ഞുപോയില്ലേ. പിന്നെയുള്ള ചിരികളാകട്ടെ, പിന്നെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ അതിനൊക്കെ ലിമിറ്റ് ഉണ്ടാവും. നമ്മുടെ ഉമ്മ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കുട്ടി പിരിഞ്ഞാൽ മതി, ആ മുന്നിൽ വെച്ചിട്ടുള്ള ഭക്ഷണം എല്ലാരും പാടങ്ങടെ കൂടുമ്പോ ഉമ്മന്റെ കണ്ണിൽ വെള്ളം നിറയും. എന്റെ കുട്ടിയും കൂടി ഇതിൽ കിട്ടായിരുന്നെങ്കിൽ എന്നാ. ആരുടെ മരണവും അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് നല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നബിയുടെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നിട്ട് പറഞ്ഞു, മനസ്സ് കടുത്ത ഒരു മനുഷ്യനാ. പറഞ്ഞു, നബി എനിക്ക് എന്റെ കൽബിനൊരു ലോലത കിട്ടണം, എന്റെ ആവശ്യങ്ങളൊക്കെ നടക്കണം, എന്താ ഞാൻ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്, ഇർഹമിൽ യതീം വംസഅ റഹ്സഹു, നീ യതീമിനോട് കാരുണ്യം കാണിക്കണം, അവന്റെ തല നീ തടവണം. നീ തല തടവുക എന്നൊക്കെ പറയും, ഇങ്ങനെ 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 ആ മുടി ഇങ്ങനെ കൊടുക്കല്ലോ. അതിലൊക്കെ വല്ലാത്തൊരു ഹൃദയബന്ധിതമായ ഒരു കാന്തിക ശക്തി, നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെടുന്ന ഒരു ശക്തി അതിന്റെ പിന്നിലല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു കുട്ടി, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് പിന്നെ 8ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന കുട്ടിയാണ്. ആ കുട്ടി 2 യത്തീംഖാനകളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ അനുഭവം എന്നുള്ള നിലക്ക് പറഞ്ഞുതരിക. ഈ കുട്ടിയുടെ ഒപ്പം മരിച്ച അവിടെ വരുന്നത് 9ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഈ കുട്ടിന്റെ ഉമ്മ യാദൃച്ഛികമായി അത് കൊല്ലപ്പെടുകയാണ്. പിറ്റേത്തെ വർഷത്തിൽ ഈ കുട്ടി വരുമ്പോ സഹോദരങ്ങളെ 10ാം ക്ലാസ്സിലെ ക്ലാസ്സിൽ മുറിയില് ആ ഒരു കൊല്ലം ആ കുട്ടി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവനെ ഓർക്കാറുണ്ട്. കാരണം അവരൊരു ഗാർഡിയനായിട്ടാണ് ഈ 2 സ്ഥാപനങ്ങളും നമ്മുടെ അടുക്കൽ വന്ന് മക്കളെ ഏൽപ്പിച്ചെന്ന് അവർ പോകാറുള്ളത്. കാരണം ഒരു അബോധാവസ്ഥയിൽ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൊഞ്ചാടിക്ക സർ അങ്ങനെ പറയും. ചിരിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉപ്പയില്ലാത്ത നമ്മൾ, ഉമ്മയില്ലാത്ത നമ്മൾ, ആ വെളിച്ചം നമ്മളിൽ നിന്ന് അണഞ്ഞു പോകുമ്പോൾ മാത്രമേ സഹോദരങ്ങളെ അതിന്റെ വില അറിയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് അറിഞ്ഞോളുന്നില്ല. ഞാൻ പറഞ്ഞതറിയോ, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്റെ കുട്ടി എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് ഇല്ലാത്ത മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ കണ്ണിൽ അള്ളാഹു കാണിച്ചു തരുന്നത് എന്തിനറിയാമോ? എന്തോ ചില പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഈ മിമ്പറിൽ വെച്ച് തന്നെ. ഒരു പെരുന്നാൾ കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് മൈതാനിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കുക. ഒരു കുട്ടി പള്ളിയുടെ മുറ്റത്തുനിന്ന് കരയുന്നുണ്ട്. നബി ഒന്ന് ചോദിക്കുകയാണ്, മോനെ എന്തിനാടാ കരയണത്? കുട്ടികളാണല്ലോ, ശബ്ദം വാവിട്ട് കൂട്ടിക്കരഞ്ഞു. രണ്ടാമത് സഹാബത്തിനോട് ചോദിച്ചു, ആരുടെ മോനാണിത്? ഇന്ന ആളുടെ മോനാ, ഇന്ന ദിവസം മരണപ്പെട്ട ഇന്നവരുടെ മോനാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്ന കുഞ്ഞിനെ ഇങ്ങനെ ചാരത്തേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ എടാ, നിനക്കുപ്പയായി ഞാനും ഉമ്മയായി ആയിഷയും ഇത്താത്തയായി ഫാത്തിമയും മതിയോടാന്ന് ചോദിച്ചു. കരയാണ് കുട്ടി. ഇങ്ങനെ പറഞ്ഞ് നെഞ്ചോട് ചേർത്തി പിടിച്ച് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ആ പള്ളി വരാന്തയിലൂടെ മുറ്റത്തൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോ ഈ കുട്ടി ചിരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി നബിന്റെ കയ്യിൽ നിന്ന് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാ ചരിത്രത്തിലുള്ളത്, ഉപ്പന്റെ കുട്ടി ഇത്ര നേരം കരഞ്ഞിട്ട് എന്തിനാണ് അപ്പൻ ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞോലോ, എനിക്ക് ഉപ്പാനെ കിട്ടിയില്ലേ, എനിക്ക് ഉമ്മനെ കിട്ടിയില്ലേ, എനിക്ക് എല്ലാരെയും കിട്ടിയില്ലേ, ഞാൻ ഇനി ആർക്ക് എന്തിനാ ഞാൻ കരയണത് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, നമ്മുടെയൊക്കെ ഉത്തരവാദപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ഏതെങ്കിലും വീടിന്റെ മൂലയിൽ ഇരുന്ന് കരയുന്ന മക്കളുണ്ടാവും. നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ടൊന്നും അങ്ങനെ കരഞ്ഞോളണമെന്നുണ്ടാവില്ല. അങ്ങനെ കരഞ്ഞാൽ ഇമാമിന്റെ ചോദ്യം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരുടെ കണ്ണീര് ആ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീണാൽ ഉത്തരവാദപ്പെട്ട ഞാനും നിങ്ങളൊക്കെ അതിന് മറുപടി പറയേണ്ടി വരൂലേ? പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ, അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതിയെന്ന. ഇന്ന് നമ്മൾ നടക്കാത്ത കാര്യങ്ങൾക്കാണ് എന്ത് പറയാന്നറിയാം, തമ്മി തെറ്റിയത്. അതൊന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, പള്ളി പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് പറയണ്ട. നടക്കാത്ത കാര്യങ്ങൾക്കാ പറയാ.
നാട്ടിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഒരു ആശ്വാസത്തിന്റെ, അത് സമാധാനത്തിന്റെ കേന്ദ്രമാണ്. നമുക്കൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ആഫിയത്ത് ചോദിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുതെന്ന, എന്തും സംഭവിക്കാവുന്ന ഒരു ലോകമാണ്. നമുക്കൊരുപാട് പേര് തന്നത് നമ്മൾക്ക് ഒരാൾക്കെങ്കിലും നൽകുക, റഹ്മത്തുള്ളവരാകുക. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ആ ആശയം അല്ലാഹുവിന്റെ റസൂല് അങ്ങനെയാ ജയിച്ചത്. റസൂൽ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. റസൂലിന്റെ സദസ്സില് ഈ ഗ്രാമീണരായ ആളുകൾ വരും. ഇത് പറഞ്ഞാൽ തീരൂല. ആ ഗ്രാമീണര് വന്നാൽ എന്ത് ചെയ്യുന്ന, കയ്യിൽ തഴമ്പുള്ള കർഷകരുണ്ട്. അവരെ നബി അടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചാറ്റിട്ടിട്ട് അവരുടെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് ആ തഴമ്പുകൾ ഇങ്ങനെ തടവി കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരുടെ കൈ പിടിച്ച് മുത്തുന്ന, എന്ത് എന്റെ കൈ പിടിച്ചതാ മുത്തിക്കോളി എന്ന് പറഞ്ഞ് ഞാൻ ആളുകൾക്ക് കൊടുക്കുക, അതല്ല നേതാവ് ചെയ്തിരുന്നത്. എന്ത്, അവരുടെ കൈ പിടിച്ച് മുത്തുനബി മുത്തും. ആ നബിയുടെ അടുക്കൽ നിന്ന് പിന്നീട് ഒരു മനുഷ്യൻ അകന്നു പോവോ? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മൾ അള്ളാഹിനോട് ഇനിയും തേടണ്ടേ? അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ജീവിക്കാനുള്ള യോഗ്യതയാവുക. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടുള്ളൂ. മുത്തുനബിയുടെ ഇഷ്ടം അവിടെ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. പ്രാർത്ഥിക്കണം. റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ വഹബീബിനാ മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ചെറിയ സംഭവം. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവർ പ്രഗ്നന്റാണ്. അവർക്കൊരു പഴം തിന്നാൻ ആഗ്രഹം തോന്നുക. അവരത് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രത്തിൽ കൈകുത്തിയിട്ടുണ്ട്. സംഭവങ്ങൾക്ക് അറിയാൻ ചുരുക്കി പറഞ്ഞുതരാം. ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഭക്ഷണം അങ്ങനെ വെച്ച് അങ്ങാടിയിൽ പോയി പഴം വാങ്ങിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഒരു പാവപ്പെട്ടവൻ അത് ആവശ്യവും എന്ന് വിശന്നിരുന്ന് കരയണ നേരത്ത് പറയുന്നത്, ഇത് അലി റളിയല്ലാഹു അൻഹു കയ്യോടെ കൊടുത്ത്. അലി റളിയല്ലാഹു അൻഹു ഈ കുതിരപ്രിയനാണ്. ഭയങ്കര ചെറുപ്പം മുതലേ അങ്ങനെയുള്ള ഒരാളാണ്. ഇതിൽ ഭയങ്കര കച്ചവടക്കാരനാണ്. അങ്ങനെ എങ്ങനെ ഇപ്പൊ വീട്ടിക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് ഒരു പേർഷ്യൻ കുതിരയെ കയ്യിൽ കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിത് വിറ്റോളി, 40 ദിർഹം എനിക്ക് തന്നാൽ മതി, ബാക്കി എത്രക്ക് വിറ്റാലോ അത് നിങ്ങൾക്ക് എടുക്കാം. 100 രൂപക്ക് അലി റളിയല്ലാഹു അൻഹു ഇതിനെ കച്ചവടം ചെയ്തു. 40 ദിർഹമേ അവന് കൊടുക്കൊണ്ടുള്ളൂ. 60 ദിർഹമാണ് ഒരു കച്ചവടത്തിൽ ലാഭം കിട്ടുന്നത്. ഫാത്തിമാക്കൊരു തുണി, ഫാത്തിമാക്ക് വേണ്ടുന്ന സാധനങ്ങളും വീട്ടിലേക്ക് വേണ്ടുന്ന കൈ നിറയെ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ കയറി വന്നപ്പോ ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, എന്തേ ഉണ്ടായി, എന്താ ഇത്രത്തോനെ ഇവിടുന്ന് പോകുമ്പോ ഒന്നും ഇല്ലല്ലോ. ഈ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് പറഞ്ഞു, എന്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഉപ്പ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നമ്മെ കൈവിടിയില്ല, നമ്മളെ ചേർത്തി പിടിക്കും. അതുകൊണ്ട് ജന്മം കൊണ്ട് എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് ധൈര്യപൂർവം മറുപടി പറയാൻ നമുക്ക് കഴിയണം. നമുക്ക് പറയാൻ കഴിയണം. എന്ത് ചെയ്തു? ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. ഉള്ളവനും ഇല്ലാത്തവനൊക്കെ 6 അടി മണ്ണ് ഒരേ കവറാത്തില്ല, അല്ലേ? അതിലധികമൊന്നും ആർക്കും ഉണ്ടാവില്ല. നമ്മളൊക്കെ പൊതിയുന്ന തുണി എല്ലാ മുതലാളിന്റെ ഇല്ലാത്തവന്റെ ഒക്കെ ഒന്നാ. കടയിൽ ഇതിനൊരു പാക്കറ്റ് ഉണ്ടാവും. പിന്നെ അങ്ങനത്തെ തുണി വാങ്ങണ കടയിൽ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. എന്താ അറിയോ, ഇന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കിറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരു കിറ്റാ തരിക. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോ സന്തോഷത്തിൽ പോകാൻ കഴിയണം. ഒരുപാട് സംഗതികൾ ഇതിൽ പറയാനുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹിനോട് എപ്പോഴും തേടണം. അല്ലാഹുമ്മ ഇന്നി, മനസ്സിൽ പറയണം കേട്ടത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നിന്റെ മാപ്പ് തരണം,
ആഫിയത്ത് തരണം. ഞാൻ അതിനാ ചോദിക്കുന്നത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നിസ്കാരം നോലുമ്പ് മാത്രം പോരാ, എന്നിട്ട് സ്വസ്ഥമായി കൂടലല്ല, നെറ്റി വിയർത്ത് നമുക്ക് ഈ ലോകത്തോട് വിട പറയാൻ കഴിയണം. അതിനുവേണ്ടി അധ്വാനിക്കണം. ആ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ഒറ്റ സംഗതി സൂചിപ്പിക്കാനുണ്ട്. ഈ ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദ്യമായി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ നിർമ്മിക്കുന്ന ഒന്നാമത്തെ പള്ളി കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്കുള്ളൊരു ചെറിയ കളക്ഷൻ എടുക്കാൻ സഹോദരങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ബക്കറ്റ് നമ്മുടെ സഹോദരങ്ങൾ പിടിക്കും, ശ്രദ്ധിക്കുക. കൂടെ നമ്മുടെ ഈ പള്ളിയും നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയ ഈ ക്യാഷ് കൊണ്ടാണ്. അതും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പടച്ചവൻ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതം കൊണ്ട് നന്മ ചെയ്ത് സന്തോഷത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകം വിട്ടു പിരിയാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ട് ലോകത്തും അള്ളാഹു ആഫിയത്ത് നൽകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സന്തോഷവും ആനന്ദവും രണ്ട് ലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വഗ്ഫിർ ലനാ യാ ഗാഫിർ المذنبين آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله.